കാർമൽ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്ഞാനപ്പാന എന്ന കൃതിയിലെ പ്രധാന ഭാഗങ്ങളാണ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കറകളഞ്ഞ ഭക്തി കൊണ്ട് ഭാഷയെ തന്നെ ശുദ്ധീകരിച്ചെഴുതിയ ശുദ്ധ കവിയാണ് പൂന്താനം നമ്പൂതിരി. അന്നത്തെ സാധാരണ നമ്പൂതിരി കവികളിൽ നിന്ന് പൂന്താനം വ്യത്യസ്തനായിരുന്നു. ജന്മനാ തന്നെ കവിയും ഈശ്വരഭക്തനുമായിരുന്നു പൂന്താനം. പരമ സാത്വികനായി ജീവിച്ച വ്യക്തി. ദുഃഖശാന്തിക്ക് വേണ്ടിയുള്ള തീർത്ഥയാത്രയായിരുന്നു പൂന്താനത്തിന് ജീവിതം. ജ്ഞാനപ്പാന ജ്ഞാനത്തിൻ്റെ പാനയാണ്. ഭക്തിപ്പാന എന്ന് കവി ആ ഭക്തി നിർഭരമായ കാവ്യത്തിന് പേരിട്ടില്ല എന്നത് ഓർക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. ലോകഗതികളെക്കുറിച്ചുള്ള വിവേകം ഓരോ മനസ്സിലും ഉണർത്തുന്ന ആത്മീയമായ തിരിച്ചറിവിൻ്റെ ലയത്തെക്കുറിച്ചാണ് ജ്ഞാനപ്പാനയിൽ അദ്ദേഹം പാടുന്നത്. അതാണ് യഥാർത്ഥ പാന. ഭഗവത്ഗീത തത്വങ്ങളുടെ സാരം ഈ ചെറിയ കൃതിയുടെ ഈരടികളിൽ അലിഞ്ഞുകിടപ്പുണ്ട്. എങ്കിലും മനസ്സും വാക്കും കർമ്മവും ഒരുപോലെ ഈശ്വരോന്മുഖമാക്കിയ ഒരു വ്യക്തിയുടെ ഭാവം ഏതു മനസ്സിനും ഏതൊരു അനുവാചക ഹൃദയത്തിനും സ്വയം അനുഭവപ്പെടും വിധം ഈ പാന ഉജ്ജ്വലമായിട്ടുണ്ട്. അസാധാരണമായ അനുകമ്പയാണ് പൂന്താനത്തെ ലോകദർശനത്തിന് സഹായിക്കുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാനം വിഷാദമാണ് എന്ന് പറയുന്ന കവി അതിൽ നിന്നുള്ള മോചനത്തിന് ഭക്തിമാർഗം കൈക്കൊള്ളണമെന്ന് നമ്മെ ഉപദേശിക്കുന്നു. അതോടൊപ്പം ഭക്തിയിലേക്കുള്ള ആദ്യപടി നാമജപവും കീർത്തനാലാപവുമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അവ നമ്മെ ആഴത്തിൽ അനുഭവപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പൂന്താനം. പൂന്താനത്തിൻ്റെ വീക്ഷണം വളരെ വിശാലമാണ്. അതിൽ മനുഷ്യവർഗത്തോടുള്ള സ്നേഹവും മനുഷ്യൻ്റെ അഭ്യുദയങ്ങളും തിരയടിക്കുന്നു. ഈശ്വരനെപ്പറ്റി വളരെ വിപുലമായ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത്. പൂന്താനം എന്ന കവിയെപ്പറ്റി മറ്റ് പ്രാചീന കവികളെക്കുറിച്ച് എന്ന പോലെ തന്നെ കുറേ ഐതിഹ്യങ്ങൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥ പേര് പോലും കൃത്യമായി അറിയില്ല. പൂന്താനം എന്നത് ഇല്ലപ്പേരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ സമകാലികനായിരുന്നു എന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും ഗുരുവായൂർ ഭക്തന്മാരായിരുന്നു. ധാരാളം സ്തോത്രങ്ങൾ പൂന്താനത്തിൻ്റേത് എന്ന നിലയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവയെല്ലാം അദ്ദേഹത്തിൻ്റേത് തന്നെയാണോ എന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ മാർഗങ്ങളൊന്നുമില്ല. എങ്കിലും ചില തമിഴ് സ്തോത്രങ്ങൾ ഉൾപ്പെടെ 22 എണ്ണം മഹാകവി ഉള്ളൂർ പൂന്താനം കൃതികളായി കണക്കാക്കുന്നുണ്ട്. സ്തോത്രങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് പൂന്താനത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള 3 കൃതികൾ എന്നത് ജ്ഞാനപ്പാന, ശ്രീകൃഷ്ണ കർണാമൃതം, സന്താനഗോപാലം എന്നിവയാണ്. ജ്ഞാനപ്പാനയ്ക്ക് തുല്യമായി മലയാളത്തിൽ ജ്ഞാനപ്പാന മാത്രമേ ഉള്ളൂ എന്ന് പറയാം. തത്വജ്ഞാനത്തെ ഇത്രയധികം സരളമായി പ്രതിപാദിക്കുന്ന മറ്റൊരു ഗ്രന്ഥവും നമുക്ക് ലഭിച്ചിട്ടില്ല. ഹരിനാമ കീർത്തനം പോലും ജ്ഞാനപ്പാനയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഗഹനമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനം അതിഗഹനമായ വേദാന്ത വിഷയത്തെ ഒരു പ്രാപഞ്ചികന്റെ ജീവിതാനുഭവങ്ങളോട് ഇടകലർത്തി സരളമായി പ്രതിപാദിക്കുകയാണ് ജ്ഞാനപ്പാനയിൽ പൂന്താനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജ്ഞാനപ്പാന ജനസാമാന്യത്തിൻ്റെ കൃതിയായി മാറിയതും. ജ്ഞാനപ്പാന എന്നാണ് പേരെങ്കിലും അതിൽ പറയുന്നത് ഭക്തിയെക്കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ ഭക്തിപ്പാന എന്നും നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ആ കൃതിക്ക് അദ്ദേഹം ഭക്തിപ്പാന എന്ന് പേരിട്ടില്ല എന്നൊരു വസ്തുത ശ്രദ്ധേയമാണ് എന്ന് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭക്തിപ്പാന എന്ന് പറയാൻ കാരണം ജ്ഞാനത്തിൻ്റെ ബുദ്ധിമുട്ടേറിയ മാർഗങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഭഗവത് ഭക്തിയുടെ സരളമായ മാർഗത്തെയാണ് ഈ കൃതി പിന്തുടരുന്നതെന്ന് കാണാം. പൂന്താനത്തിന് മുമ്പും പിമ്പും വളരെ പാനപ്പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പ്രസിദ്ധിയിലോ സാഹിത്യ ഗുണത്തിലോ പൂന്താനം കൃതികളോട് കിടനിൽക്കുന്ന കൃതികളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല.
ഇനി നമുക്ക് ജ്ഞാനപ്പാനയുടെ ഉള്ളടക്കത്തിലേക്ക് പോകാം. ഗുരുവന്ദനത്തോടു കൂടിയാണ് ഗ്രന്ഥം ആരംഭിക്കുന്നത്. ഇവിടെ ഗുരുവും ഈശ്വരനും തുല്യരാണ് എന്ന് പറയാൻ സാധിക്കും. നരജന്മം സഫലമാക്കാൻ ഗുരുവിൻ്റെ കാരുണ്യം അത്യന്താപേക്ഷിതമാണ് എന്ന് കവി കരുതുന്നുണ്ട്. തുടർന്നങ്ങോട്ട് മനുഷ്യജീവിതത്തിൻ്റെ അനിശ്ചിതത്വവും നിസ്സഹായതയും വെളിപ്പെടുത്തുന്ന വരികളാണ്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള വരികളോടു കൂടിയാണ് ജ്ഞാനപ്പാനയുടെ തുടക്കം. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇന്നി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നി കണ്ടതടിക്കു വിനാശവും ഇന്ന നേരം എന്നേതും അറിഞ്ഞില്ല എന്നിങ്ങനെ തുടങ്ങുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഇവിടെ സ്ഫുരിക്കുന്നത്. ഇവിടെ മുതൽ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ എന്നിടം വരെയുള്ള വരികൾ ശ്രദ്ധിക്കുക. ഇവിടെയെല്ലാം ഉദ്ദേശിക്കുന്നത് മനുഷ്യജീവിതത്തിൻ്റെ അനിശ്ചിതത്വവും നിസ്സഹായതയും ആണ്. നിരന്തരമായ ഈശ്വരചിന്ത കൊണ്ട് മാത്രമേ മനുഷ്യജന്മം സഫലമാകൂ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഭൗതികമായ നേട്ടങ്ങൾ മനുഷ്യജന്മത്തെ ഫലവത്താക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ ജീവിതത്തെക്കുറിച്ച് തികച്ചും അജ്ഞനായിട്ടാണ് ഇവിടെ വന്ന് പിറക്കുന്നത്. ഇവിടെ ഇന്നലെ, ഇന്ന്, നാളെ എന്നുള്ള 3 പദങ്ങൾ ഭൂതം, വർത്തമാനം, ഭാവി ഇത്തരത്തിലുള്ള അർത്ഥത്തിനപ്പുറം ജനിക്കുന്നതിന് മുൻപ്, ഈ ജീവിതം, മരണത്തിന് ശേഷം എന്നിങ്ങനെയുള്ള വിശാലമായ ഒരു അർത്ഥത്തിൽ കൂടി സമീപിക്കേണ്ടതുണ്ട്. ജനിക്കുന്നതിന് മുമ്പ് താൻ ആരായിരുന്നു എന്ന് മനുഷ്യന് ഒരു നിശ്ചയവുമില്ല. ഇനി മരിച്ചാൽ ആരാകുമെന്നും അറിഞ്ഞുകൂടാ. രണ്ടിടത്തും അവൻ അജ്ഞനാണ്. അതുപോട്ടെ, ജീവിച്ചിരിക്കുമ്പോഴും കാര്യങ്ങൾ ഇന്ന രീതിയിലാണ് സംഭവിച്ചു കൊള്ളുന്നത് എന്നുപോലും അവന് ഉറപ്പില്ല. ജീവിതമെന്നത് അജ്ഞതയുടെ അനിശ്ചിതത്വത്തിൽ സദാ മുങ്ങിപ്പോകുന്നു. എല്ലാ സുഖങ്ങൾക്കും ആധാരമായി കരുതപ്പെടുന്നത് ശരീരമാണ്. ഈ ശരീരത്തിൻ്റെ സ്ഥിതി എത്ര ചഞ്ചലമാണ്! ഏത് നിമിഷത്തിലാണ് ഇത് വീണ് മണ്ണടിയുക എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അതാണ് കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്നൊക്കെ പറയുന്ന വരികളിൽ എന്ത്, ആർക്ക്, എപ്പോൾ, എങ്ങനെ സംഭവിക്കും എന്ന കാര്യത്തിൽ മനുഷ്യൻ അജ്ഞനാണ്. കണ്ടുകൊണ്ടിരിക്കവേ മനുഷ്യർ മരണത്തിലേക്ക് ആണ്ടുപോകുന്നത് ഈശ്വരൻ്റെ കളിയല്ലാതെ പിന്നെ മറ്റെന്താണ്? ദുഃഖിതരും ദരിദ്രരുമായി കഴിയുന്ന ചിലർ ഏതാനും ദിവസങ്ങൾ കൊണ്ട് സമ്പന്നരായി രാജപദവിയിലെത്തിച്ചേരുന്നു. അതുപോലെ രാജപദവിയിൽ സുഖിച്ചു കഴിയുന്നവരാകട്ടെ ഭിക്ഷാന്തേഹികളായി തെരുവിൽ തെണ്ടിത്തിരിയാൻ ഇടവരുന്നു. ഇതൊക്കെ ഈശ്വരൻ്റെ ലീലാവിലാസങ്ങളല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? ഈ ലോകം എന്നത് അനിത്യമാണ്, അസുഖമാണ്. അങ്ങനെ അസുഖമായ, അനിത്യമായ ഈ ലോകത്തിൽ നിന്നുകൊണ്ട് നിത്യനായ ജഗദീശ്വരനെ സർവ അർപ്പണ ബുദ്ധിയോടെ ഭജിച്ചാൽ മാത്രമേ മോക്ഷം ഫലപ്രദമാകുകയുള്ളൂ. ഈ ലോകം അനിത്യവും അസുഖവുമാണെന്നും ഇവിടെ നിത്യനായി ഈശ്വരൻ മാത്രമേ ഉള്ളൂവെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തിരിച്ചറിയാൻ സാധിക്കുന്നത് സത്യാന്വേഷികൾക്ക് മാത്രമാണ്. അടുത്ത വരികൾ: കണ്ടാലൊട്ടറിയുന്നു ചിലരിത് കണ്ടാലും തിരിയാ ചിലർക്കേതുമേ, കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടങ്ങറിയുന്നത് ചിലർ. ഇത് ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് വളരെ ലളിതമായ ഒരു ആശയം നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടാൽ ചിലർക്ക് മനസ്സിലാകും, ചിലർക്ക് കണ്ടാലും മനസ്സിലാകില്ല, ചിലരാണെങ്കിൽ കണ്ടതൊക്കെ സത്യമല്ല എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇതിനപ്പുറം ഒരു വേദാന്ത തത്വം, ആത്മീയ തത്വം അദ്ദേഹം പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ, എല്ലാ മനുഷ്യർക്കും എന്തുകൊണ്ടാണ് ഈ സത്യാന്വേഷണ ബുദ്ധി ഉണ്ടാകാത്തത്
എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ വരികളിൽ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ നിത്യമല്ലാത്ത അസുഖമായ ഈ ലോകത്തിൽ സത്യത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. അതാണ് സത്യാന്വേഷണം എന്നത്. എന്തുകൊണ്ട് എല്ലാവരും സത്യാന്വേഷികളായി മാറുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരമാണ് ഈ വരികളിൽ കവി പറയുന്നത്. ചിലർ എന്ത് ചെയ്യുന്നു? ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് മായയാണ്, ജഗദീശ്വരൻ്റെ മായയാണ്. ഈ മായയിൽ മോഹിച്ച് അജ്ഞരായി മനുഷ്യർ കഴിയുന്നു. ചിലരാണെങ്കിലോ സൂക്ഷ്മചിന്തയും ഈശ്വര വിശ്വാസവും ആർജിച്ചുകൊണ്ട് ഈ മായാമോഹത്തെ തിരിച്ചറിയുന്നുണ്ട്. അവർക്ക് ഈ ജീവിതം ക്ഷണികമാണെന്നും ദുഃഖപ്രദമാണെന്നും കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അജ്ഞാനത്തിൻ്റെ അടിത്തട്ട് വരെ മുങ്ങിപ്പോയ ചിലർക്ക് എത്ര കണ്ടനുഭവിച്ചാലും പ്രപഞ്ച ജീവിതത്തിൻ്റെ നിസ്സാരത മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ചിലർക്ക് പുറമേ കാണുന്നതൊന്നും, ഈ കാണുന്നതൊന്നും സത്യമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ മനുഷ്യൻ്റെ മനസ്സ് പല വിധമാണ്. എന്തുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ സത്യബോധം ഉണ്ടാകുന്നില്ല? അതായത് മനുഷ്യൻ്റെ മനസ്സ് ഓരോ തരത്തിലായതുകൊണ്ട് തന്നെ ഓരോ മനസ്സിൻ്റെയും സ്വഭാവം അനുസരിച്ച് മാത്രമേ അവന് കാര്യങ്ങളെ ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ സത്യത്തെ ഉപദേശിക്കേണ്ടത് ഓരോ മനുഷ്യ മനസ്സിൻ്റെയും പക്വതയ്ക്ക് അനുസരിച്ചാണ്. അങ്ങനെ ഓരോ മനുഷ്യ മനസ്സും വ്യത്യസ്തമാണെന്നും അത്തരത്തിലാണ് സത്യബോധമുണ്ടാകേണ്ടത് എന്ന കാര്യത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ശാസ്ത്രങ്ങൾ പല രീതിയിൽ സത്യത്തെ വിശദീകരിക്കുന്നത്. ഇതൊക്കെ മനുഷ്യന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പല സ്വഭാവങ്ങളിലുള്ള മനുഷ്യ മനസ്സുകൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ശാസ്ത്രങ്ങൾ പല രീതിയിൽ സത്യസ്വരൂപത്തെ വിവരിക്കുന്നത്. കർമ്മശാസ്ത്രങ്ങളും ജ്ഞാനശാസ്ത്രങ്ങളുമുണ്ട്. കർമ്മകാണ്ഡത്തെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് മീമാംസ. അതുപോലെ ജ്ഞാനകാണ്ഡത്തെ വിശദീകരിക്കുന്ന ശാസ്ത്രമാണ് വേദാന്തം. മീമാംസയും വേദാന്തവും കൂടാതെ സാഖ്യശാസ്ത്രം, യോഗശാസ്ത്രം, ഇങ്ങനെ സത്യവിവരണങ്ങളടങ്ങിയ ധാരാളം ശാസ്ത്രങ്ങളുണ്ട്. സാഖ്യശാസ്ത്രം രചിച്ചത് കപില മഹർഷിയാണ്. പതഞ്ജലിയാണ് യോഗശാസ്ത്രം രചിച്ചത്. ഇങ്ങനെ എണ്ണമറ്റ ശാസ്ത്രങ്ങൾ ഉണ്ടെങ്കിലും ഇവയൊക്കെ ഉൾക്കൊള്ളുന്ന സാരം എന്താണ് എന്ന് നാം അറിയേണ്ടതുണ്ട്. ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും രൂപത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സംസാര ചക്രം. മനുഷ്യർ ഇതിൽ മുങ്ങിയും പൊങ്ങിയും ഉഴലുന്നു. അങ്ങനെ ക്ലേശിക്കുന്ന മനുഷ്യന് ധരിക്കുവാൻ സത്യം സാക്ഷാത്കരിച്ചിട്ടുള്ള ചില മഹത്തുക്കൾ ഒരു പരമാർത്ഥത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പരമാർത്ഥം എന്താണ് എന്ന് ഞാൻ ചുരുക്കി പറയാം എന്ന് കവി പറയുന്നു. എളുപ്പത്തിൽ മോക്ഷം നേടണം എന്നുള്ളവർ, എളുപ്പത്തിൽ മുക്തി നേടണം എന്നുള്ളവർ ഇത് ഞാനിനി പറയാൻ പോകുന്നത് ശ്രദ്ധയോടെ ചെവിക്കൊള്ളണം എന്നും കവി പറയുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം പറയുന്നത് കർമ്മമാണ് ബന്ധം എന്നും കർമ്മവിമുക്തിയാണ് മോക്ഷം എന്നുമാണ്. ഒരു സത്യാന്വേഷി ആദ്യമായി ധരിക്കേണ്ട വസ്തുത ഇതുതന്നെയാണ്. കർമ്മത്തിൻ്റെ ഉറവിടം കർമ്മരഹിതമായ പരമാത്മാവാണ്. പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സർവ്വജീവജാലങ്ങളും കർമ്മഗതിയുടെ സന്താനങ്ങളാണ്. കർമ്മഗതി തുടങ്ങുന്നതിന് മുമ്പും കർമ്മഗതി നടന്നുകൊണ്ടിരിക്കുമ്പോഴും കർമ്മഗതി അവസാനിച്ചാലും ഒരു മാറ്റവും കൂടാതെ നിലനിന്നു പോരുന്ന സത്യവസ്തു എന്നത് പരമാത്മാവാണ്. ആ സത്യത്തെ കർമ്മഗതിയാൽ ഉണ്ടാകുന്ന ഒരു പ്രപഞ്ച ഘടകവും അല്പം പോലും കളങ്കപ്പെടുത്തുന്നില്ല. ആ പരമസത്യം എന്ന് പറയുന്നത് പരമാത്മാവാണ്. ഈ പരമാത്മാവ് മായാനിർമ്മിതമായ ഒരു വസ്തുവിനോടും ചേർന്ന് നിന്ന് കളങ്കപ്പെടുന്നില്ല. ഈ സത്യരഹസ്യം അറിയുന്നവർ ലോകത്തിൽ മുഴുവനും ആ പരമാത്മ വസ്തുവിനെ കാണാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് സർവം ബ്രഹ്മമയം എന്ന സാക്ഷാത്കാരം പ്രത്യക്ഷമാകുന്നത്. എല്ലാം ബ്രഹ്മമയമാണ് എന്ന ഭാരതീയ തത്വത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
അതോടുകൂടി ഈ ഒരു സാക്ഷാത്കാരം മനസ്സിൽ തെളിഞ്ഞു കിട്ടിയാൽ, സർവം ബ്രഹ്മമയം എന്ന സാക്ഷാത്കാരം മനസ്സിൽ തെളിഞ്ഞു കിട്ടിയാൽ അതോടെ ഒരേ ഒരു പരമാത്മാവ് തന്നെയാണ് സകല ലോകവും എന്നറിയാൻ ഇടവരുന്നു. എന്നാൽ ഇത് തിരിച്ചറിയാതെ, ഒന്നിലും മനസ്സുറയ്ക്കാതെ പല പ്രലോഭനങ്ങളിൽപ്പെട്ട് ഉഴറുന്നവർക്ക് പരമാത്മ സത്യത്തെ ഒരിക്കലും വേർതിരിഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പുറമേ വ്യത്യസ്ത രൂപങ്ങളായി കാണുന്ന എല്ലാ ജഡരൂപങ്ങളിലും ജീവനായി ഉള്ളത് ഒരേ പരമാത്മാവാണ്. ഈ പരമാത്മാവാകട്ടെ ഒന്നിനോടും ചേർന്ന് നിൽക്കാതെ എല്ലാറ്റിനും അന്തര്യാമിയായി നിന്ന് ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ച് നിലനിർത്തി പോരുകയും ചെയ്യുന്നു. ഒരേ പ്രപഞ്ചകർത്താവ് തന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും രക്ഷിക്കാനും സംഹരിക്കാനുമായി രജസ്, സത്വം, തമസ് എന്നീ ഗുണങ്ങളെ ആശ്രയിച്ച് മൂന്നായി പിരിയുന്നുണ്ട്. പരമാത്മാവ് രജോ ഗുണം പൂണ്ട് പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ബ്രഹ്മാവ് എന്ന് അറിയപ്പെടുന്നു. സത്വഗുണമെടുത്ത് രക്ഷ ചെയ്യുമ്പോൾ വിഷ്ണു രൂപം കൈക്കൊള്ളുന്നു. തമോ ഗുണമെടുത്ത് സംഹരിക്കുമ്പോൾ ശിവനായി വർത്തിക്കുന്നു. മൂന്ന് ഗുണങ്ങളും ഒരുമിച്ച് ചേർത്തേ എന്തും ഉണ്ടാകാറുള്ളൂ. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ യഥാർത്ഥത്തിൽ ഒരേ പരമാത്മാവ് തന്നെയാണ് എന്ന് അറിയേണ്ടതുണ്ട്. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഗുണങ്ങളാണ് സകല കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത്. ഗുണത്തെ ആശ്രയിച്ചുള്ള കർമ്മങ്ങളും മൂന്നായി വേർതിരിയുന്നുണ്ട്. പുണ്യകർമ്മം, പാപകർമ്മം, മിശ്രകർമ്മം. പുണ്യകർമ്മം എന്നത് സത്വഗുണത്തിൻ്റെതാണ്, തമോ ഗുണത്തിൻ്റെതാണ് പാപകർമ്മം, രജോ ഗുണത്തിൻ്റെതാകട്ടെ മിശ്രകർമ്മമാണ്. അതായത് പുണ്യവും പാപവും ഇടകലർന്നിരിക്കുന്നതാണ് മിശ്രകർമ്മം. ഏതുതരം കർമ്മമായാലും, അതായത് ഈ പറഞ്ഞ മൂന്ന് കർമ്മവും ജീവനെ ബന്ധിച്ച് സംസാര ദുഃഖത്തിൽ അകപ്പെടുന്നതാണ്. സത്വഗുണപ്രധാനമായ പുണ്യകർമ്മം സ്വർണ്ണ ചങ്ങലയാണെങ്കിൽ തമോ ഗുണപ്രധാനമായ പാപകർമ്മം ഇരുമ്പു ചങ്ങലയാണ് എന്നേ ഉള്ളൂ. അപ്പോൾ സ്വർണവും ഇരുമ്പും കൂട്ടിക്കലർത്തി ഉണ്ടാക്കിയ ചങ്ങലയാണ് മിശ്രകർമ്മം. അപ്പോൾ മൂന്ന് തരം കർമ്മങ്ങളിലും ഈ ബന്ധനമുണ്ട്, സംസാര ദുഃഖവുമായിട്ടുള്ള ബന്ധനമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകത്ത് ബ്രഹ്മാവ് മുതൽ ഈച്ച, എറുമ്പ് വരെയുള്ള എല്ലാ ജീവജാലങ്ങളും കർമ്മബദ്ധരാണെന്ന് കാണാം. അടുത്ത ചില വരികൾ ശ്രദ്ധിക്കുക. കർമ്മപാശത്തെ ലംഘിക്ക എന്നതു ബ്രഹ്മാവിനുമെഴുതല്ല നിർണയം. സൃഷ്ടിയും പ്രളയവും പകലും രാവും എന്ന പോലെ ഒന്നിനൊന്നായി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത് തുടങ്ങിയതല്ല, ഒരിക്കലും അവസാനിക്കുന്നതുമല്ല. ഇത് അനാദി സംസാരത്തിൻ്റെ സ്വഭാവമാണ്, ആദിയില്ലാത്ത സംസാരത്തിൻ്റെ സ്വഭാവമാണ്. സംസാരത്തിൽപ്പെട്ട് നിൽക്കുന്നിടത്തോളം കർമ്മപാശത്തെ ലംഘിക്കാൻ ബ്രഹ്മാവിന് പോലും സാധ്യമല്ല. കാരണം സംസാരത്തെ പാടെ ഉപേക്ഷിക്കാൻ സാധിച്ചാൽ മാത്രമേ കർമ്മവിമുക്തി സാധ്യമാകുകയുള്ളൂ. സംസാരത്തിൽപ്പെട്ടതുകൊണ്ട് തന്നെ ഇന്ദ്രൻ, അഗ്നി, യമൻ തുടങ്ങിയ 8 ദിക്പാലന്മാരും അതാത് ദിക്കുകളെ കാത്തുകൊള്ളുക എന്ന കർമ്മത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ 3 കർമ്മങ്ങളുടെയും ഫലമായി, 3 തരം കർമ്മങ്ങളുടെയും ഫലമായി ജീവൻ സ്വർഗം, ഭൂമി, നരകം എന്നീ ലോകങ്ങളിൽ മാറി മാറി സഞ്ചരിക്കുന്നുണ്ട്. അതായത് പുണ്യം ക്ഷയിക്കുമ്പോൾ ഒരു ജീവൻ സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലെത്തി ബ്രാഹ്മണനായി ജനിക്കുന്നു എന്ന് കരുതുക. ഈ ബ്രാഹ്മണൻ പാപകർമ്മങ്ങളിൽ ഏർപ്പെട്ടാൽ ഇയാൾ പിന്നീട് ചണ്ഡാലനായി നരകജന്മം സ്വീകരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ കർമ്മഫലമായി ചിലപ്പോൾ അസുരന്മാർ ദേവന്മാരായും ദേവന്മാർ ചിലപ്പോൾ വൃക്ഷങ്ങളായും ജനിക്കുന്നുണ്ട്. ആടു ചത്ത് ആനയായി ജനിക്കുന്നു, ബ്രാഹ്മണൻ ചത്ത് പക്ഷിയായി പിറക്കുന്നു, കുറുക്കൻ മനുഷ്യനായി ജനിക്കുന്നു, സ്ത്രീ നരിയായി ജനിക്കുന്നു, പ്രജകളെ കഠിനമായി പീഡിപ്പിക്കുന്ന രാജാവ് വെറും കൃമിയായി ജനിക്കുന്നു, ഈച്ച പൂച്ചയായിത്തീരുന്നു. ഈശ്വരൻ്റെ കളിയായ ഈ കർമ്മഗതി അതിവിചിത്രമാണ് എന്ന് കവി പറയുന്നു. ഈ ഭാഗം ശ്രദ്ധിക്കണം. ദ്വിജൻ ചത്തു ദ്വിജമായി പിറക്കുന്നു, നരി ചത്തു നരനായി പിറക്കുന്നു എന്ന് തുടങ്ങുന്ന ഭാഗങ്ങൾ നോക്കുക.
ജീവജാലങ്ങൾ ഇപ്രകാരം ജനനവും മരണവുമാകുന്ന ചുഴികളിൽ ഉയർന്നു താണുകൊണ്ടേയിരിക്കുന്നു. ജന്മത്തിനും മോക്ഷത്തിനും കാരണമായ കർമ്മങ്ങൾ ഈ ഭൂമിയിൽ വെച്ചാണ് സംഭരിക്കുന്നത്. പ്രത്യേകിച്ചും മനുഷ്യജന്മത്തിൽ ചെയ്ത പുണ്യത്തിൻ്റെ ഫലം അനുഭവിക്കുക മാത്രമാണ് സ്വർഗത്തിൽ ചെയ്യുന്നത്. അതുപോലെ നരകത്തിൽ അനുഭവിക്കുന്നത് ചെയ്ത പാപത്തിൻ്റെ ഫലവും. പുണ്യവും പാപവും ഏതാണ്ട് ഒരു സമനിലയിലെത്തിയാൽ വീണ്ടും ഭൂമിയിൽ ജനിക്കേണ്ടതുണ്ട്. സംസാര ചക്രം എന്നൊക്കെ കവി പറയുന്നത് അതുകൊണ്ടാണ്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ ജീവനും ഭൂമിയിൽ ഏതുതരം കർമ്മമാണോ ശേഖരിക്കുന്നത്, മരണാനന്തരം അതിനനുസരിച്ചുള്ള ലോകത്തിലാണ് എത്തിച്ചേരുന്നത്. അവിടെ അതാതിൻ്റെ ഫലവും അനുഭവിക്കാനിടവരുന്നു. ഫലം കഴിഞ്ഞ് കർമ്മത്തിൻ്റെ ഭൂരിഭാഗവും ഒടുങ്ങിയാൽ വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങുന്നു. കവി പറയുന്നത്, വീട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നയാൾ അതുവരെ താൻ നേടിയ ധനം കൂടെ കൊണ്ടുപോകുന്നത് പോലെയാണിത്. വീട്ടിൽ വെച്ച് നേടിയ പണം മുഴുവൻ വിദേശത്ത് ചെലവാക്കി സുഖിക്കുന്നു. പണം തീരുന്നതോടെ വീണ്ടും വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. അതായത് മറ്റൊരിടത്ത് ചെന്ന് വസിച്ച് സ്വന്തം മുതൽ വിറ്റ് ഭക്ഷിക്കുന്നതിന് തുല്യമാണ് ഭൂമിയിൽ നേടിയെടുത്ത കർമ്മങ്ങളുടെ ഫലം സ്വർഗത്തിലും നരകത്തിലും അനുഭവിക്കുന്നത്. തുടർന്നുള്ള വരികൾ ശ്രദ്ധിക്കണം. കർമ്മങ്ങൾക്കു വിളനിലമാകിയ ജന്മദേശം ഈ ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയാ നിർണയം തുടങ്ങിയ വരികൾ ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്നത് ധാരാളം കർമ്മസമ്പത്ത് വിളയിക്കുന്ന വിളനിലമാണ് ഭൂമി എന്നാണ്. കർമ്മത്തെ പാടെ നശിപ്പിക്കാൻ സാധിക്കുന്നതും ഭൂമിയിൽ വെച്ച് മാത്രമാണ്. കാരണം സ്വർഗത്തിലോ നരകത്തിലോ വെച്ച് പുണ്യപാപ കർമ്മങ്ങൾ അനുഭവിച്ച് തീർന്നാലും ഭൂമിയിലേക്ക് തിരിച്ചു വരാനുള്ള കർമ്മം അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർമ്മത്തെ പാടെ നശിപ്പിക്കുവാൻ ഭൂമിയിൽ വെച്ച് മാത്രമേ പറ്റൂ എന്ന് കവി പറയുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ ആഗ്രഹത്തിനനുസരിച്ച് എന്തും നൽകാൻ കഴിവുള്ള ലോകമാതാവാണ് ഭൂമി. ഭഗവാൻ പല അവതാരങ്ങൾ എടുത്തിട്ടുള്ളതും ഈ ഭൂമിയെ സംരക്ഷിക്കുന്നതിനും രക്ഷിക്കുന്നതിനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മുനിമാരും വേദങ്ങളും ഒരുപോലെ പറയുന്നു, 14 ലോകങ്ങളിലും വെച്ച് ഭൂമിയാണ് ഉത്തമം എന്ന്. ഇത്രയും വിശിഷ്ടമായ ഭൂമണ്ഡലത്തിൻ്റെ വ്യക്തമായ വിവരണം പുരാണങ്ങളിൽ കാണുന്നുണ്ട്. ഭാഗവതം 5-ാം സ്കന്ധത്തിൽ 16-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച്, ഭൂമണ്ഡലത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. പക്ഷേ അതിനെ ഭൂമിശാസ്ത്ര വിവരണങ്ങളുമായി ഒത്തുനോക്കാൻ സാധിക്കില്ല. കാരണം അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സത്യദർശികളായ ഋഷിമാർ ജ്ഞാനദൃഷ്ടി കൊണ്ട് ഭൂമണ്ഡലത്തിൻ്റെ അകവും പുറവും മനസ്സിലാക്കി നിരീക്ഷണം ചെയ്തു നൽകിയിട്ടുള്ള വിവരങ്ങളാണ്. അവിടെ പറയുന്നത് താമരയുടെ ആകൃതിയിൽ സമവർത്തുളാകാരത്തിലാണ് ഭൂമിയുടെ നില എന്നാണ്. ഇതിൻ്റെ ദൈർഘ്യമാകട്ടെ സൂര്യചന്ദ്രന്മാരോളം എത്തി നിൽക്കുന്നു. താമരയുടെ ഉള്ളിലുള്ള കോശങ്ങൾ എന്നതുപോലെ 7 സമുദ്രങ്ങളാൽ ചുറ്റപ്പെടുന്ന 7 ദ്വീപുകളായി ഭൂമി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ ഉപ്പ് സമുദ്രത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഭൂമണ്ഡല ഭാഗമാണ് ജംബുദ്വീപ്. 7 ദ്വീപുകളിലും വെച്ച് ജംബുദ്വീപ് ഉത്തമമാണെന്ന് പുരാണങ്ങൾ പുകഴ്ത്തുന്നുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ മേരുപർവ്വതം ഇതിലാണ് ഉള്ളത്. ഈ ജംബുദ്വീപിനെ 9 വർഷങ്ങളായി അഥവാ ഖണ്ഡങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. അവയിൽ ഏറ്റവും ഉത്തമമായ ഖണ്ഡമാണ് ഭാരതവർഷം എന്നത്. ഭാരതത്തിന് സത്യദർശികളായ മുനിമാർ കർമ്മക്ഷേത്രം എന്ന് പേരിട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ കർമ്മക്ഷേത്രം എന്ന് പേരിട്ടത്? മറ്റു ലോകങ്ങളിലൊക്കെ എത്തിച്ചേരാനുള്ള കർമ്മം സമ്പാദിക്കേണ്ടത് ഇവിടെ നിന്നാണ് എന്നതുകൊണ്ടാണ്. ബ്രഹ്മാവിൻ്റെ ലോകം പോലും ഇവിടെ ചെയ്യുന്ന കർമ്മം കൊണ്ട് നേടിയെടുക്കേണ്ടതുണ്ട്.
കർമ്മബീജത്തെ പാടെ നശിപ്പിച്ച് ജനനത്തിനും മരണത്തിനും അതീതമായ മോക്ഷസ്ഥിതിയിലേക്ക് എത്തണമെങ്കിൽ അത് ഭാരതത്തിൽ വെച്ച് തന്നെ വേണ്ടിയിരിക്കുന്നു. മറ്റു ലോകങ്ങളിലൊന്നും അത് സാധ്യമല്ല. ഇത്ര വിശിഷ്ടമാണ് ഭാരതവർഷം എന്ന കാര്യം ഭാരതീയർ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അടുത്ത വരികൾ: യുഗം 4 നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ എന്നുള്ള വരികൾ ശ്രദ്ധിക്കുക. 4 യുഗങ്ങളിൽ കലിയുഗത്തിലാണ് മോക്ഷം നേടാൻ എളുപ്പം. മറ്റു യുഗങ്ങളിലാകട്ടെ കഠിനങ്ങളായ തപസ്സുകൾ ആചരിച്ചാൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മുക്തി ലഭിക്കുകയുള്ളൂ. പക്ഷേ കലിയുഗത്തിൽ കേവലം ഈശ്വരനാമ സങ്കീർത്തനം കൊണ്ടു തന്നെ മുക്തി ലഭിക്കും എന്ന് പുരാണങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ കലിയുഗത്തിൽ ഭാരതവർഷത്തിൽ ജന്മം കിട്ടാൻ എല്ലാവരും കൊതിക്കുന്നു. മറ്റ് 13 ലോകങ്ങളിലുള്ളവരും 6 ദ്വീപുകളിലുള്ളവരും 8 ഖണ്ഡങ്ങളിലുള്ളവരും, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. 14 ലോകമെന്നും 7 ദ്വീപുകളെന്നും ജംബുദ്വീപിനെ 9 ഖണ്ഡങ്ങളായി വിഭജിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അതിൽ ഭാരതവർഷത്തെ ഒഴിവാക്കി നിർത്തിയാൽ മറ്റ് 13 ലോകങ്ങളിലുള്ളവരും 6 ദ്വീപുകളിലുള്ളവരും 8 ഖണ്ഡങ്ങളിലുള്ളവരും 3 യുഗങ്ങളിലുള്ളവരും അങ്ങനെ കലികാലത്തെ ഭാരത വർഷത്തെ വണങ്ങിക്കഴിയുന്നു. ഭാരതവർഷത്തിൽ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാൻ ഭാഗ്യം കിട്ടണേ എന്നവർ പ്രാർത്ഥിക്കുന്നു. കലിയുഗത്തിൽ ആ ഭാഗ്യം ലഭിക്കാത്തവർ ദുഃഖിതരായി കഴിയുന്നു. മറ്റുള്ളവർ ഇങ്ങനെ ഭാരതത്തെ പാടി പുകഴ്ത്തുമ്പോൾ ഭാരതത്തിൽ കലികാലത്തിൽ ജന്മം ലഭിച്ചിട്ടുള്ള ഭാഗ്യവാന്മാർ ഒരു കാര്യം നല്ലവണ്ണം ധരിക്കേണ്ടതുണ്ട് എന്ന് കവി പറയുന്നു. അതെന്താണ് എന്ന് പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ കലിയുഗം ഭാരത വർഷം, 4 യുഗങ്ങളിൽ കലിയുഗത്തിലാണ് മോക്ഷം നേടാൻ എളുപ്പം. ഏറ്റവും ഉത്തമമായ ഖണ്ഡം എന്ന് പറയുന്നത് ഭാരതവർഷവുമാണ്. ഭാരതത്തിന് സത്യദർശികളായ മുനിമാർ കർമ്മക്ഷേത്രം എന്ന് പേരിട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് കലിയുഗം ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നത്? 4 യുഗങ്ങളിൽ കലിയുഗത്തിലാണ് മോക്ഷം ലഭിക്കാൻ ഏറ്റവും എളുപ്പമുള്ളത്. ഈ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എല്ലാവരും കലികാലത്തിൽ ഭാരതവർഷത്തിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ മറ്റുള്ളവർ ആഗ്രഹിക്കുമ്പോൾ ഭാരതവർഷത്തിൽ കലിയുഗത്തിൽ പിറവിയെടുക്കാൻ സാധിച്ച ഭാഗ്യവാന്മാർ ഒരു കാര്യത്തെ ധരിക്കേണ്ടതുണ്ട്. അതെന്താണ് എന്ന് പറയുന്നു? ഇത് കലിയുഗമാണ്. ഭാരതീയരായി പിറക്കുവാനും നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഇത് രണ്ടുമാണ് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത്: കലിയുഗത്തിൽ ജനിക്കുക, ഭാരതവർഷത്തിൽ ജനിക്കുക. അപ്പോൾ ഇതിന് ഭാഗ്യം ലഭിച്ചവരോട് കവി പറയുകയാണ്, ഇത് കലിയുഗമാണ്, ഭാരതീയരായി പിറക്കുവാനും നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അതിലാകട്ടെ ഏറ്റവും വിശിഷ്ടമായ ഉത്തമമായ മനുഷ്യ ജന്മവും ലഭിച്ചിട്ടുണ്ട്. ഭാരതീയരായ നാം ഈ പരിതസ്ഥിതികൾ ശ്രദ്ധാപൂർവം ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഈ ഭാഗ്യലബ്ധിയെ വേണ്ടവണ്ണം അറിയാതെ എത്ര ഭാരതീയർ ജന്മം വെറുതെ പാഴാക്കുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈശ്വരനാമങ്ങൾ ഇല്ലാതായിട്ടാണോ? അതോ നരകാനുഭവങ്ങളിൽ ഭയമില്ലാഞ്ഞിട്ടാണോ? അതോ പലരും ഈശ്വരനാമം ഉച്ചരിക്കാൻ മടിക്കുന്നത് നാക്കില്ലാതെ ജനിച്ചു പോയതുകൊണ്ടാണോ? മരണമില്ലെന്നാണോ ഇവരൊക്കെ കരുതിയിരിക്കുന്നത്? ഈ കലികാലത്ത് ഭാരതീയനായി ജനിച്ചിട്ട് ഈശ്വരനാമം ഉച്ചരിക്കാതെ ജീവിക്കുന്നവർ വിലപ്പെട്ട മനുഷ്യജന്മത്തെ പുഴുങ്ങി തിന്നുന്നവരാണ് എന്നാണ് കവി പറയുന്നത്. കാരണം കിട്ടിയ ഭാഗ്യത്തെ വൃഥാ പാഴാക്കി കളയുകയാണ്. പ്രയാസപ്പെട്ട പല പല ജന്മങ്ങൾ പല സ്ഥലത്തും കഴിച്ചുകൂട്ടിയതിന് ശേഷമാണ് പുണ്യഫലമായി ഭാരതത്തിൽ മനുഷ്യനായി പിറക്കുന്നത്. ജലത്തിലും മലത്തിലും മണ്ണിലും കൃമികീടങ്ങളായി എത്രയോ നാൾ കഴിച്ചുകൂട്ടിയിരിക്കണം. മരങ്ങളായും പക്ഷികളായും മൃഗങ്ങളായും പല പ്രാവശ്യം ജനിച്ചിരിക്കണം. അങ്ങനെ വലിയ ദുഃഖം അനുഭവിച്ചതിന് ശേഷമാണ് ഒരു മനുഷ്യ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഇടം കിട്ടിയത്. മനുഷ്യജന്മം എത്ര ശ്രേഷ്ഠമാണ് എന്നാണ് കവി പറയുന്നത്. എന്നാൽ ഈ മനുഷ്യജന്മത്തിലും അജ്ഞതയും ക്ലേശവും ഒട്ടും കുറവല്ല.
10 മാസം ഒന്നും അറിയാൻ കഴിയാതെ ഗർഭത്തിൽ കഴിച്ചുകൂട്ടുന്നു. 10-12 കൊല്ലം അവിവേകത്തിന് ഇരിപ്പിടമായ ബാല്യകാലത്തിൽ കഴിയുന്നു. അത് കഴിഞ്ഞാലോ മനസ്സിൽ ദുരഭിമാനവും ഉച്ച നീച ഭാവങ്ങളും ഉണ്ടാകുന്നു. മനസ്സാകെ കലങ്ങി മറിയുന്നു. അവനെ അറിയാൻ, സ്വയം മനസ്സിലാക്കാൻ ഒരു ശ്രമവും അധികമാരും ചെയ്തു കാണുന്നില്ല. എത്ര കാലം ഇനി ജീവിച്ചിരിക്കാൻ കഴിയുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. ഈ ശരീരം ഒരു നീർക്കുമിള പോലെ നിസ്സാരമാണ്. ഇത് നിലനിൽക്കുന്നത് പ്രാണന്റെ സഹായത്തോടെയാണ്. വളരെ കഷ്ടപ്പെട്ട് സമ്പത്ത് നേടിവെക്കുമ്പോഴേക്കും മനുഷ്യൻ എന്ത് സംഭവിക്കും? നരയും രോഗവും ഒക്കെ ബാധിച്ച് ശരീരം നശിച്ചു പോകും. ജീവിതം ഇത്ര നിസ്സാരമാണ് എന്ന് നിരന്തരം കണ്ടറിഞ്ഞിട്ടും പലരും ഈശ്വരനാമം സങ്കീർത്തനം ചെയ്യാൻ കൂട്ടാക്കാതിരിക്കുന്നത് അതിയായ ആശ്ചര്യമാണ് എന്ന് കവി പറയുന്നു. നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പ് മാത്രമുണ്ട്, ഇങ്ങനെ കാണുന്നു എന്ന വരികളൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്നത് ഈ ശരീരം ഒരു നീർക്കുമിള പോലെ നിസ്സാരമാണെന്നും ഇത് പ്രാണന്റെ സഹായത്തോടെയാണ് നിലനിൽക്കുന്നത് എന്നുമാണ്. തുടർന്ന് പറയുന്നത് മിഥ്യാബോധത്തിൽപ്പെട്ട് മനുഷ്യൻ എങ്ങനെയാണ് ഉഴറുന്നത് എന്നാണ്. സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ, മതമത്സരം ചിന്തിച്ചു മതികെട്ടു നടക്കുന്നിതു ചിലർ തുടങ്ങിയിട്ടുള്ള വരികളൊക്കെ നോക്കുക. ഇവിടെ പറയുന്നത് ചിലർ ലജ്ജയില്ലാതെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹിക്കുന്നു, നാണം കെടുന്നു. മറ്റു ചിലരാകട്ടെ മതത്തിലും മത്സര്യത്തിലും പെട്ട് ബുദ്ധി നശിച്ചു പോകുന്നു. ചിലരുടെ ബുദ്ധി മതമാത്സര്യങ്ങളിൽപ്പെട്ട് നശിച്ചു പോകുന്നു. ചിലരോ ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്കു കുഞ്ചിരാമൻ കളിക്കുന്നതു ചിലർ കാമവും സേവകളുമായി കാലം വെറുതെ കഴിച്ചു കൂട്ടുന്നു. ജീവിതവൃത്തിക്ക് വേണ്ടി ചിലർ മാത്രം ക്ഷേത്ര ജോലികളിൽ ഏർപ്പെടുന്നു. ചില അച്ഛനമ്മമാർ മക്കളെപ്പോലും വിറ്റ് തിന്നുന്നു. ചില മക്കളോ അച്ഛനമ്മമാരെപ്പോലും പട്ടിണിയിട്ട് കൊല്ലുന്നു. അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ച ഭാര്യയെ ചിലർ എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു. സജ്ജനങ്ങൾ എന്തെങ്കിലും നല്ലത് പറഞ്ഞു കൊടുത്താലോ അവരോട് കോപിക്കുന്നു. പൂജ്യരായിട്ടുള്ളവരെ നിന്ദിക്കുകയാണ് ചിലരുടെ തൊഴിൽ. ചിലരുടെ വിചാരം അവരുള്ളതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നാണ്. കാണുക, നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വം ഈ വണ്ണം നിൽപ്പുവെന്നും ചിലർ. അടുത്ത വരികൾ, ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു ബ്രഹ്മാവും എനിക്കൊവ്വ എന്നും ചിലർ. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ബ്രാഹ്മണനായതിൽ അഹങ്കരിച്ച് ബ്രഹ്മാവിനേക്കാൾ ഞെളിഞ്ഞു നടക്കുകയാണ് ചിലർ. ഞാൻ ബ്രഹ്മാവിനേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് വിചാരിക്കുന്നവർ. എല്ലാറ്റിനുമുപരി ധനമോഹമാണ് മനുഷ്യനെ ഭരിക്കുന്നത്. അഗ്നിഹോത്രാദി യാഗങ്ങൾ പോലും പണം നേടുവാനാണ് നടത്തുന്നത്. സ്വർണവ്യാപാരം, രത്നവ്യാപാരം, ആനക്കച്ചവടം, കുതിരക്കച്ചവടം, കപ്പൽ വ്യാപാരം എന്നിവ കൊണ്ട് എന്തുമാത്രം പണം ഓരോരുത്തരും ഉണ്ടാക്കുന്നു. മാനസികവും ശാരീരികവുമായ എല്ലാ പരിശുദ്ധിയും പവിത്രതയും വെടിഞ്ഞ് പണം ധൂർത്തടിച്ച് എത്ര ആളുകൾ ദിനം പ്രതി നശിച്ചു പോകുന്നു. പണം വേണ്ടെന്നല്ല എന്ന് കവി പറയുന്നു. പക്ഷെ പണത്തിൽ ആഗ്രഹം കൂടിയാൽ പണം എത്ര കിട്ടിയാലും ആർക്കും തൃപ്തി വരില്ല. തൃപ്തിയാകാം മനസ്സിന് ഒരു കാലം, 10 കിട്ടുകിൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും. എങ്ങനെയാണ് മനുഷ്യൻ്റെ ചിന്ത? 10 കിട്ടിയാൽ 100 ഉണ്ടാക്കണം എന്ന് തോന്നും. 100 ആയാലോ 1000 ആക്കണം എന്ന് തോന്നും. പിന്നെ 1000-ത്തെ 10,000-ത്തിലെത്തിക്കണം എന്ന് തോന്നും. അങ്ങനെ ആ ആശാപാശം നീണ്ടു പോകുന്നു. സജ്ജനങ്ങൾ വല്ലതും വന്നിരുന്നാൽ പോലും ചില ദുഷ്ടന്മാർ കൊടുക്കാൻ മടിക്കുന്നു. ചത്തുപോകുമ്പോൾ ഉടുതുണി പോലും കൊണ്ടുപോകാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് കവി പറയുന്നു. അങ്ങനെയുള്ളവരാണ് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ മടിക്കുന്നത്. അതുപോലെ തന്നെ പണക്കാർക്ക് വിശ്വാസവഞ്ചന ചെയ്യാനും ഒരു മടിയുമില്ല. അവരാകട്ടെ പശ്ചാത്തപിക്കുകയുമില്ല. ധനക്കൊതിയുള്ളവർക്ക് ഒരിക്കലും സത്യമായി പെരുമാറാൻ കഴിയില്ല. സജ്ജനങ്ങൾ മാത്രമാണ് സത്യത്തെ തിരിച്ചറിയുന്നത്.
സത്യമെന്നതു ബ്രഹ്മം അതുതന്നെ, സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. സത്യം എന്നത് ബ്രഹ്മമാണ്. സജ്ജനങ്ങൾക്കാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത വരികളിൽ പൂന്താനം പറയുന്നത്, വിദ്യകളെല്ലാം ഈ സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ളതാണ് എന്നതാണ്. ബ്രഹ്മം എന്ന ഈ സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ളതാണ് വിദ്യകളെല്ലാം തന്നെ. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻമാരായി നടിക്കുന്നിതു ചിലർ. കുങ്കുമത്തിൻ്റെ വാസമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഗർദഭം കഴുത എന്നാണ് അർത്ഥം. വിദ്യകളെല്ലാം സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ളതാണ്. ഈ സത്യമെന്നത് അവനവൻ്റെ ആത്മാവ് തന്നെയാണ്. ആ സത്യം തിരിച്ചറിയാതെ വിദ്വാൻമാർ പോലും വിദ്വാൻമാരെന്ന് ഭാവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻമാരായി നടിക്കുന്നതു ചിലർ. നടക്കുന്നതു ചിലർ എന്നെടുക്കരുത്, നടിക്കുന്നതു ചിലർ എന്നാണ്. എന്നുവെച്ചാൽ വിദ്വാൻമാർക്ക് പോലും വേദങ്ങളും വേദശാസ്ത്രങ്ങളും പഠിച്ചിട്ടുള്ളവർക്ക് പോലും, അവരാണ് വിദ്വാൻമാർ, അവർക്ക് പോലും ഈ സത്യത്തെ, ഈ ജഗദീശ്വരനെ ഉള്ളിൽ അറിഞ്ഞ് അനുഭവിക്കാൻ സാധിക്കുന്നില്ല, ഉള്ളിൽ കണ്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്തുപോലെയാണ് കുങ്കുമത്തിൻ്റെ സൗരഭ്യം അറിഞ്ഞനുഭവിക്കാൻ കഴിവില്ലാതെ കുങ്കുമ ഭാണ്ഡവും പേറി നടക്കുന്ന കഴുതയെപ്പോലെ. കുങ്കുമത്തിൻ്റെ സൗരഭ്യം അറിഞ്ഞനുഭവിക്കാൻ കഴിവില്ലാതെ കുങ്കുമഭാണ്ഡവും പേറി നടക്കുന്ന കഴുതയെപ്പോലെയാണ് ബ്രഹ്മാനുഭവമില്ലാതെ, അതായത് സത്യത്തിൻ്റെ അനുഭവമില്ലാതെ വേദം പഠിച്ചു നടക്കുന്ന പണ്ഡിതനും. ആത്മസാക്ഷാത്കാരം സാധിക്കുന്നത് അർപ്പണബുദ്ധിയോടു കൂടിയ ഭക്തി ഒന്നുകൊണ്ടു മാത്രമാണ്. ആഗ്രഹത്തോടെ ലൗകിക വിഷയ സുഖങ്ങളിൽ മോഹിച്ച് ഉഴലുന്നവർക്ക് ഈശ്വരനെ അറിയാൻ കഴിയുന്നേയില്ല. ഓരോ ദിവസവും ആയുസ്സിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആയുസ് കുറയുന്നതിനനുസരിച്ച് മോഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഓണം, വിഷു, തിരുവാതിര, ശ്രാദ്ധം, സദ്യ, പുത്രജന്മം, ജന്മദിനം, വസ്തുസമ്പാദനം എന്നിങ്ങനെ മനുഷ്യ മനസ്സ് മാറി മാറി ഓരോന്നിനെയും മോഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അവസാനിക്കാത്ത മോഹങ്ങളിൽപ്പെട്ട് ഉഴന്നുകൊണ്ടിരിക്കുമ്പോൾ പാവം അറിയാതെ മരണത്തിൻ്റെ വായിൽപ്പെട്ട് ഇല്ലാതാകുകയും ചെയ്യുന്നു, മറയുകയും ചെയ്യുന്നു. യുദ്ധം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ എന്ന് കവി പറയുന്നു. തുടർന്ന് കവി പറയുകയാണ്, ലൗകിക ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെ എന്തിനാണ് ഇങ്ങനെ വിസ്തരിച്ചു പറഞ്ഞത് എന്ന് എല്ലാവരും ചിന്തിച്ചറിയേണ്ടതുണ്ട്. കർമ്മമാർഗത്തിൽ തന്നെ കഴിഞ്ഞുകൂടിയാൽ അതിന് ഒരു അവസാനവുമില്ല. കർമ്മങ്ങളായ ജന്മങ്ങളും ധാരാളമുണ്ട്. കാലം കലിയുഗമാണ്. ഈ കാലം കലിയുഗമാണ്. ഭൂമിയോ ദിവ്യഭൂമിയായിട്ടുള്ള ഭാരതമാണ്. ഈ കലിയുഗത്തിൽ വിശാലമായ ദിവ്യഭൂമിയായ ഭാരതത്തിൽ വന്നു ജനിച്ചിട്ടും ഇത്ര നാളും നാം നമ്മുടെ ആയുസ്സിനെ പാഴിലാക്കിയിരിക്കുന്നു. ആയുസ് എപ്പോഴാണ് ഇല്ലാതാകുന്നത് എന്നും നമുക്കറിയാൻ സാധിക്കുകയില്ല. ഇന്ന് നമുക്ക് ആരോഗ്യമുണ്ട്. നാമസങ്കീർത്തനം കൊണ്ട് മാത്രം പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ നേടാൻ ഇതാണ് അവസരം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവയാണ് പുരുഷാർത്ഥങ്ങൾ. ഇതിൽ പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ നേടാനുള്ള ഏറ്റവും നല്ല അവസരം കലിയുഗമാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. കാരണം കലിയുഗത്തിൽ നാമസങ്കീർത്തനം കൊണ്ട്, ഭക്തി കൊണ്ട് മോക്ഷത്തെ പ്രാപിക്കാൻ സാധിക്കും. അപ്പോൾ കവി പറയുകയാണ്, ആയുസ് എപ്പോഴാണ് ഇല്ലാതാകുന്നത് എന്നറിയുകയില്ല. ഇന്നാകട്ടെ നമുക്ക് ആരോഗ്യമുണ്ട്. നാമസങ്കീർത്തനം കൊണ്ട് മാത്രം പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ നേടാൻ ഇതാണ് ഏറ്റവും നല്ല അവസരം. ഈ സന്ദർഭം നമുക്ക് നഷ്ടമായാൽ വീണ്ടും എന്നാണ് ഇത് ലഭിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഈ അവസരം കൈവിട്ടു പോയാൽ പിന്നെ അനുഭവിക്കേണ്ടി വരുന്ന യാതനകളെക്കുറിച്ച്, നരകയാതനകളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് അസത്യമാർഗത്തെ കൈവിടിഞ്ഞ് സദാ ഈശ്വരസ്മരണം നിലനിർത്തി വൈകുണ്ഠലോകം നേടുകയാണ് ഭാരതീയരുടെ പ്രധാന കർത്തവ്യം എന്ന് കവി പറയുന്നു.
അടുത്ത വരികൾ ശ്രദ്ധേയങ്ങളാണ്. നോക്കൂ. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. വരികളിൽ തന്നെ അർത്ഥമുണ്ട്. ഒരുമിച്ചല്ല പിറക്കുന്ന നേരത്ത്, ഒരുമിച്ചല്ല മരിക്കുന്ന നേരത്തും. ഇതിനിടയ്ക്ക് കാണുന്ന സമയത്ത് നാം വൃഥ മത്സരിക്കുന്നത് എന്തിനാണ് എന്നാണ്. ഈ ജീവിതം, നമ്മുടെ ഭൂമിയിലെ ജീവിതം എന്നത് ഇടയ്ക്കുള്ള ഒരു ചെറിയ അനുഭവം മാത്രമാണ്. ഒരാൾ ജനിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു എന്നോ മരിച്ചാൽ എന്താവുമെന്നോ ഒരു നിശ്ചയവുമില്ല എന്ന് നേരത്തെ പറഞ്ഞു. ഇവിടെയുള്ള എല്ലാ ബന്ധങ്ങളും, ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ ബന്ധങ്ങളും നമുക്ക് ഈ ഭൂമിയിൽ ലഭിച്ച അല്പകാല ജീവിതത്തിനിടയ്ക്ക് സംഭവിച്ചതാണ്. ജനിക്കുമ്പോൾ എല്ലാവരും തനിയെ ജനിക്കുന്നു, മരിക്കുമ്പോൾ തനിയെ മരിക്കുകയും ചെയ്യുന്നു. വളരെ കുറഞ്ഞ കാലം, അല്പകാലം ഒന്നും അറിയാതെ ഇങ്ങനെ ജീവിക്കുന്നതിനിടയ്ക്ക് എന്തിനാണ് കലഹിച്ചും മത്സരിച്ചും കാലം കഴിക്കുന്നത് എന്ന് കവി ചോദിക്കുന്നു. ഇങ്ങനെ കലഹിച്ചും മത്സരിച്ചും കാലം കഴിച്ചിട്ട് എന്തു വേണം എന്ന് കവി ചോദിക്കുന്നു. ഇവിടെ വെച്ച് മോക്ഷമാകുന്ന പുരുഷാർത്ഥത്തെ നേടാമെന്നിരിക്കെ എന്തിനാണ് ആപത്തുകൾക്കൊക്കെ ഇരിപ്പിടമായ ധനത്തെ അതിരു കവിഞ്ഞ് മോഹിക്കുന്നത്? കവി ചോദിക്കുന്നു, മധ്യാഹ്നാർക്ക പ്രകാശമിരിക്കവേ ഖദ്യോതത്തെയോ മാനിച്ചു കൊള്ളേണ്ടു. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഇവിടെ വെച്ച് മോക്ഷത്തെ പ്രാപിക്കാമെന്നിരിക്കെ എന്തിനാണ് ആപത്തുകൾക്കൊക്കെ ഇരിപ്പിടമായ ധനത്തെ അതിരുകവിഞ്ഞു മോഹിക്കുന്നത്? ഉച്ചയ്ക്ക് സൂര്യൻ ഉജ്ജ്വലമായി പ്രകാശിക്കുമ്പോൾ ആരെങ്കിലും മിന്നാമിനുങ്ങിനെ തേടി നടക്കാറുണ്ടോ? ഖദ്യോതം മിന്നാമിനുങ്ങാണ്. ഉച്ചയ്ക്ക് സൂര്യൻ ഉജ്ജ്വലമായി പ്രകാശിക്കുമ്പോൾ ആരെങ്കിലും മിന്നാമിനുങ്ങിൻ്റെ പ്രകാശത്തെ തേടി നടക്കാറുണ്ടോ? അതിൻ്റെ പ്രകാശത്തെ മാനിക്കേണ്ടതുണ്ടോ? മോക്ഷത്തെ വിട്ട് ഭൗതിക സമ്പത്ത് കൊതിക്കുന്നത് സൂര്യനെ ഉപേക്ഷിച്ച് മിന്നാമിനുങ്ങിനെ തേടുന്നതിന് തുല്യമാണ് എന്നാണ് കവി പറയുന്നത്. ഭക്തന്മാർക്ക് ഹൃദയത്തിൽ സദാ ഉണ്ണികൃഷ്ണൻ കളിയാടി വസിക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് ഉണ്ണികൾ വേണമെന്നില്ല. വിഷ്ണുഭക്തന്മാരെല്ലാം അവരുടെ കൂട്ടുകാരായി മാറുന്നു. മായാദേവിയുടെ ലീലാവിലാസങ്ങൾ കാണാൻ കണ്ണുള്ളവർക്ക് ഭാര്യയുടെ വിലാസങ്ങൾ, ജായകാട്ടം വിലാസങ്ങൾ വെറും ഗോഷ്ഠികളായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഭക്തന്മാരുടെ വീട് ഈ ലോകം തന്നെയാണ്. ലോകത്തിൻ്റെ സമ്പത്ത് മുഴുവൻ അവരുടെ സമ്പത്താണ്. ഭുവനത്തിലെ ഭൂതികളൊക്കെയും ഭവനം നമുക്കായതിതു തന്നെ. പിതാവ് ജഗദീശ്വരനാണ്. വിശ്വനാഥൻ പിതാവ് നമുക്കെല്ലാം, എല്ലാവരുടെയും പിതാവ് ജഗദീശ്വരൻ തന്നെയാണ്. പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തിപ്പോരുന്ന ജഗദീശ ശക്തിയായ മായാദേവിയാണ് മാതാവ്. അച്ഛനും അമ്മയും നമ്മുടെ എല്ലാവരുടെയും പിതാവും മാതാവും ആരാണ് എന്നാണ് കവി പറയുന്നത്. ഈ മാതാപിതാക്കൾ നമ്മെ അവസാനം വരെയും നോക്കിക്കൊള്ളും. ആഹാരത്തിന് സജ്ജനങ്ങൾ നൽകുന്ന ഭിക്ഷ ധാരാളം മതിയാകുമല്ലോ എന്ന് കവി സൂചിപ്പിക്കുന്നു. ഇനി അങ്ങോട്ട് ഈശ്വര ജപത്തെക്കുറിച്ചും നാമസങ്കീർത്തനത്തെക്കുറിച്ചുമാണ് അദ്ദേഹം പറയുന്നത്. ഒരാൾ ഏത് കർമ്മമണ്ഡലത്തിലായാലും വിരോധമില്ല. പക്ഷേ ഫലാസക്തി കൂടാതെ എപ്പോഴും മനസ്സ് ഈശ്വരനിൽ ഉറപ്പിക്കണം. മനസ്സിന് വിഷയാസക്തി ഉണ്ടാകുമ്പോൾ ഈശ്വരനാമം ജപിച്ച് അതിനെ അകറ്റണം. ഈശ്വര അനുഭൂതി കൈവരും വരെ ഇടതടവില്ലാതെ വിശ്വാസത്തോടെ ഈശ്വരനാമം ജപിക്കണം. കാണപ്പെടുന്നതൊക്കെ ഈശ്വരരൂപമായി ഭാവന ചെയ്തുകൊണ്ട് മനസ്സിൽ നമിക്കണം. എല്ലാറ്റിനെയും ഈശ്വര സ്വരൂപമായി കാണുകയാണ് ഏറ്റവും വലിയ സാധന. സർവം ബ്രഹ്മമയം എന്നത് തന്നെയാണിത്. അത് അനന്തമായ ആനന്ദത്തെ ഉള്ളിൽ ഉണ്ടാക്കുന്നു. ആ ആനന്ദപ്രവാഹത്തിൽ മുഴുകി ലൗകികമായ ഏതു ക്ലേശത്തെയും സഹിക്കാനുള്ള ശക്തി നേടണം. സത്യദർശികളായ സജ്ജനങ്ങളുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കണം. ഭക്തിയിൽ മുഴുകി നൃത്തം ചെയ്യണം.
ലോഭവും മോഹവും അകന്ന് മനസ്സ് ഭഗവത് ഭക്തിയിൽ ലയിക്കുന്നതോടെ ഈശ്വരനും താനും ഒന്നാണെന്ന സാക്ഷാത്കാരം ഉദിച്ചു വരും. അഹം ബ്രഹ്മാസ്മി എന്ന ഭാരതീയ ദർശനമാണിത്. ഈ സാക്ഷാത്കാരം നേടി ജീവിതം നയിച്ചാൽ ശേഷിക്കുന്ന പ്രാരാബ്ധങ്ങൾ ക്രമേണ ഒടുങ്ങിപ്പോകും. പ്രാരാബ്ധങ്ങൾ എന്നത് ഏതെല്ലാം കർമ്മങ്ങൾ നടത്താനാണോ നമ്മുടെ ശരീരം, തൽക്കാല ശരീരം രൂപം കൊണ്ടിരിക്കുന്നത്, അവയെയാണ് പ്രാരാബ്ധങ്ങളെന്ന് പറയുന്നത്. ആത്മസാക്ഷാത്കാരം നേടുന്നവൻ ജീവൻ മുക്തനാകുന്നു. തുടർന്ന് കവി പറയുന്നു, പ്രപഞ്ചകാര്യങ്ങളിൽ വിരക്തി വരിക എന്നത് ആർക്കും എളുപ്പമല്ല. ആസക്തി വിടാൻ കഴിയുന്നില്ലല്ലോ എന്ന് കരുതി ദുഃഖിക്കാനൊന്നുമില്ല. ഈശ്വരനാമം വിഷയാസക്തനെപ്പോലും മുക്തനാക്കും. അതിൻ്റെ മാഹാത്മ്യം അവർണ്ണനീയമാണ്. ജാതിയിൽ ശൂദ്രനാകട്ടെ ബ്രാഹ്മണനാകട്ടെ നാക്കുള്ളവനാണെങ്കിൽ ജഗദീശനാമം ജപിച്ചാൽ മതി മുക്തി നേടാൻ. ഇനി നാക്കില്ലാതെ ഊമയായി പിറന്നവനാണെങ്കിലോ ചെവി കൊണ്ട് ഈശ്വരനാമം കേട്ടാലും, നാമസങ്കീർത്തനം കേട്ടാൽ പോലും ജന്മസാഫല്യം കൈവരും. തിരുനാമങ്ങൾ ധാരാളമുണ്ട്. സ്വസ്ഥനായിരിക്കുമ്പോഴോ സ്വപ്നത്തിലോ അറിയാതെയോ പരിഹാസമായിട്ടെങ്കിലുമോ ഈ തിരുനാമങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു ദിവസം ഒരിക്കൽ ഉച്ചരിച്ചാൽ മതി. തിരുനാമ സങ്കീർത്തനത്തിൻ്റെ, ഈശ്വര ജപത്തിൻ്റെ, നാമസങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണ്. എവിടെ ഇരുന്നാലും മറ്റാർക്കെങ്കിലും വേണ്ടി ആയാലും ഈശ്വരനാമം ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്താൽ ജന്മസാഫല്യം സുനിശ്ചിതമാണ്. ഈശ്വര നാമ സങ്കീർത്തനം കൊണ്ട്, തിരുനാമ സങ്കീർത്തനം കൊണ്ട് എങ്ങനെയാണ് ജന്മസാഫല്യം കൈവരുന്നത് എന്ന് കവി പറയുന്നു. നാക്കുള്ളവനത് ചൊല്ലുക, നാക്കില്ലാത്തവൻ ഊമയായി പിറന്നാൽ പോലും ചെവി കൊണ്ട് കേട്ടാൽ മതി ജന്മസാഫല്യം ഉണ്ടാകാൻ. തിരുനാമങ്ങൾ ധാരാളമുണ്ട്. അത് സ്വപ്നത്തിലോ അറിയാതെയോ പരിഹാസമായിട്ടെങ്കിലുമോ ഒരെണ്ണം ഒരു ദിവസമെങ്കിലും ഉച്ചരിച്ചാൽ മതി. അതുപോലെ തന്നെ മറ്റാർക്കെങ്കിലും വേണ്ടി ആയാലും ശരി, ഈശ്വരനാമം ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്താൽ ജന്മസാഫല്യം സുനിശ്ചിതമാണ്. അത് ബ്രഹ്മസായൂജ്യത്തിന് കാരണമായും തീരും. നിരന്തരം ഈശ്വരനാമം ഉച്ചരിക്കുവിൻ, ബ്രഹ്മസത്തയുമായി ഒന്നുചേരുവിൻ. കവി പറയുന്നു, ഇതിലധികം പറയാൻ ഒന്നുമില്ല. ബുദ്ധിയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ ഇത് ധാരാളം മതി. ജ്ഞാനപ്പാന ഇങ്ങനെ അവസാനിക്കുന്നു. ഇതിന്മീതെ പറയാവതൊന്നില്ല, മതിയുണ്ടെങ്കിലൊക്കെ മതിയിതു, തിരുനാമ മാഹാത്മ്യം പറഞ്ഞതു തിരുവുള്ളമാകെൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞ് ജ്ഞാനപ്പാന അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായെന്ന് കരുതുന്നു. തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുവാൻ കാർമൽ അക്കാഡമി എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.